വിദ്വേഷ പ്രസംഗ കലയിൽ അതിനിപുണയായ ശശികല ടീച്ചർ വർഗീയ പ്രഭാഷണം അവസാനിപ്പിച്ചോ എന്നറിയില്ല. രാഷ്ട്രീയ പ്രഭാഷണത്തിനാണ് ഇപ്പോൾ നിയോഗിക്കപ്പെട്ടിരിക്കുന്നത്. CPM അക്രമവിരുദ്ധ പ്രചാരണമാണ് വേദി. കേരളത്തിൽ കമ്മ്യൂണിസം വന്ന വഴിയെക്കുറിച്ച്. അപ്പൊ ആട്ടിൻതോലിട്ട ചെന്നായി ഇപ്പൊ അതിന്റെ തനി സ്വരൂപം കാണിക്കുന്നു. അപ്പോഴാണ് നമുക്ക് തിരിച്ചറിഞ്ഞ് നമ്മൾ ഇതുവരെ ചെന്നത് ആടിന്റെ അടുത്തല്ല, ഒരുപക്ഷെ നീലച്ചായത്തെ വീണ കുറുക്കനെ പോലെ ഇതെന്തോ ഒരു പ്രത്യേക ജീവിയാണ് എന്ന് മലയാളി തെറ്റിദ്ധരിച്ചു പോയി. 1940-കളില് നമുക്കുണ്ടായിരുന്ന ബുദ്ധിമുട്ടുകൾക്കിടയിൽ ഈ നീലക്കുറുക്കൻ വന്നു നിന്നപ്പോ പലരും വിചാരിച്ചു നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി വന്ന അവതാരമാണ്, നമ്മുടെ ദാരിദ്ര്യം തീർക്കാൻ വേണ്ടി വന്ന അവതാരമാണ്, നമ്മുടെ കേരളത്തെ മുന്നോട്ട് നയിക്കാൻ വേണ്ടി വന്ന അവതാരമാണ് എന്നൊക്കെ തെറ്റിദ്ധരിച്ച് ഇൻകുലാബ് ജിന്ദാബാദിന്റെ അർത്ഥം അറിയില്ലെങ്കിലും എന്താണ് കമ്മ്യൂണിസം എന്ന് അറിയില്ലെങ്കിലും വലിയ തോതിലുള്ള ജനങ്ങൾ രക്ഷകരായി കണ്ട് അതിന്റെ പുറകെ ചെന്നു. അവിടെയാണ് ആ നീലക്കുറുക്കൻ വിജയിച്ചത്. മത തീവ്രവാദ ഫാസിസവും ആട്ടിൻതോലിട്ടാണ് വരുന്നത് എന്ന കാര്യവും ടീച്ചർ മറക്കാതിരുന്നാൽ മതി. CPM RSS സംഘർഷത്തെക്കുറിച്ച്. രണ്ട് കൈയും കൂട്ടിയിടിച്ചാലേ ശബ്ദം കേട്ടു, ഒരു കൂട്ടർ നിർത്തിയാ നിൽക്കില്ലേ? പലപ്പോഴും നമ്മൾ കേൾക്കാറുണ്ട്, രണ്ട് കൈയും കൂട്ടിയിടിച്ചാൽ കേൾക്കണ ശബ്ദം സന്തോഷത്തിന്റെയാണ്. രണ്ട് കൈയും കൂട്ടിയിടിച്ചാൽ കേൾക്കണ ശബ്ദം എപ്പോഴും സന്തോഷത്തിന്റെയാണ്. നേരെ മറിച്ച് വെറുതെ നിൽക്കണവന്റെ മുതുകത്ത് മറ്റൊരുത്തം പോയി ഒറ്റ കൈ കൊണ്ട് കൊടുത്താൽ കേൾക്കണ ശബ്ദമാണ് ദുരിതത്തിന്റെയും ദുരന്തത്തിന്റെയും ശബ്ദം. അതാണ് കണ്ണൂരടക്കമുള്ളിടത്തുനിന്ന് മുഴങ്ങണത്. രാഷ്ട്രീയ കൊലപാതകത്തിൽ ഇരുകൂട്ടരും തുല്യ ഉത്തരവാദികൾ. ഇരയുടെ ആട്ടിൻതോൽ വേഷമണിയുന്ന ടീച്ചറുടെ സംഘവും കൊലപാതക കലാപ രാഷ്ട്രീയത്തിൽ ഡോക്ടറേറ്റ് എടുത്തവർ തന്നെ. അടുത്തത് സാംസ്കാരിക നായകരെക്കുറിച്ച്. CPM-ന്റെ കാഴ്ചവെട്ടിൽ സാംസ്കാരിക നായകന്മാർ അതെന്താ സാധാരണ എനിക്കറിയാൻ വയ്യ. എന്താണ് ഈ സാംസ്കാരിക നായകന്മാരുടെ നിർവചനം എന്നും അറിയില്ല. അങ്ങനെ അടിമകളായി കിടക്കുന്ന ഒരു വിഭാഗം ഉണ്ടല്ലോ, അവർക്ക് സ്വൈരമുണ്ടോ? പാർട്ടി പറയുന്നിടത്ത് ഒപ്പിട്ടാ ജീവിക്കാം, പാർട്ടി പറയുന്നിടത്ത് ഒപ്പിട്ടാ ജീവിക്കാം. പാർട്ടി ഇരിക്കാൻ പറയുമ്പോ ഇരിക്കണം, നിൽക്കാൻ പറയുമ്പോ നിൽക്കണം, കിടക്കാൻ പറയുമ്പോ കിടക്കണം. ഇതാണ് അവർക്കുള്ള സ്വാതന്ത്ര്യം. എപ്പോഴെങ്കിലും അല്ലാതെ ചിന്തിച്ചാൽ, ഇടതുപക്ഷത്തിന് വേണ്ടി മാത്രം ചിന്തിക്കുന്ന തലയും പറയുന്ന നാവും എഴുതുന്ന പേനയും ആയിരുന്നു അല്ലെ ഇവിടെ പലർക്കും ഉണ്ടായിരുന്നു. നമുക്ക് വളരെ വ്യക്തമായി അറിയാം. അത്തരത്തിലുള്ള അനുഭവങ്ങൾ കിട്ടിയ പലരും തിരിച്ചൊന്ന് പറഞ്ഞപ്പോൾ, തിരിച്ചെന്തെങ്കിലും ഒന്ന് പറഞ്ഞപ്പോൾ ഏത് രൂപത്തിലാണ് അവരെ ആക്രമിച്ചത് എന്നുള്ളത് നമ്മൾ എല്ലാവരും കണ്ടതാണ്. അതിൽ ഏറ്റവും നല്ല ഉദാഹരണമായിരുന്നു സക്കറിയ. ടീച്ചറുടെ സംഘത്തിന്റെ കുതിരകയറ്റം ബഹുമാന്യനായ ആ MD-യോട് വേണമായിരുന്നോ എന്ന് പള്ളിക്കൂടത്തിൽ പിള്ളേരെ പഠിപ്പിക്കുന്ന ടീച്ചർ പറയേണ്ടതായിരുന്നു. ഇനി CPI-ക്ക് ടീച്ചറുടെ ഉപദേശം. CPM എന്ന പാർട്ടിയുടെ അക്രമം ഞങ്ങൾ നേരിട്ടിട്ടില്ല. അങ്ങനെ പറയാൻ പറ്റുന്ന ഒരു പ്രസ്ഥാനം ഇവിടെ ഉണ്ടോ? കൂടെ കിടക്കുന്ന CPI വരുമോ? വേറൊരു വഴിയില്ലാത്തോണ്ടാ ഒറ്റയ്ക്ക് പോയി പാർക്കാൻ എന്തേലും ഒരു വഴി ഉണ്ടെങ്കിൽ പണ്ടേ മൊഴിയല്ലേ അവരവരുടെ പാടും നോക്കി പോയിരുന്നു. അതിനും വേണ്ടിയ 4-3-7 ആള് കൊടിയും വടിയും മാത്രമായോണ്ട് പോവാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് മാത്രം കാൽച്ചോട്ടി കിടന്ന് ചവിട്ടും തൊഴിയും കഴുതാണ്. പലപ്പോഴും വായുടെ ചോട്ടി വെച്ചിരിക്കുന്ന തുപ്പക്കോളാമ്പിയുടെ അവസ്ഥയാണ് CPI-ക്ക്. വേറൊരു വഴിയില്ലാത്തോണ്ട് അവിടെ ഇരിക്കുന്നത് എല്ലാം ഏറ്റുവാങ്ങുന്നു. മുസ്ലിം ലീഗിനെ കുറിച്ച് കാര്യം മുസ്ലിം ലീഗിന്റെ പുറകെ വായൽ വെള്ളം ഒലിപ്പിച്ച് CPM നടക്കുന്നുണ്ട്. കായലരികത്ത് വളയെറിയുമ്പം വളകിലിക്കണ സുന്ദരി പെണ്ണ് കെട്ടിന് കുറിയെടുക്കുമ്പോ ഒരു നറുക്കിന് ചേർക്കണേന്ന് പറഞ്ഞ ഈ മുസ്ലിം ലീഗിന്റെ ചിഹ്നം കണ്ടില്ലേ? കോണിയ. ഈ കോണിന്റെ പ്രത്യേക വലത്തോട്ട് ചരിച്ചു വെച്ചാൽ വലത്തോട്ട് കയറി പോവാ, ഇടത്തോട്ട് ചരിച്ചു വെച്ചാൽ ഇടത്തോട്ട് കയറി പോവാ. ഇന്നോടത്തേക്ക് ചരിക്കൂന്ന് യാതൊരു നിർബന്ധം ആ കോണിക്കില്ല. ആരെടുത്ത് എങ്ങോട്ട് ചരിച്ചാലും പോവും. അപ്പൊ എങ്ങാനും ഇപ്പൊ വലത്തോട്ട് ചരിച്ചത് നാളെ എടുത്ത് ഇടത്തോട്ട് ചരിച്ചാലോ എന്ന് വിചാരിച്ച് വായയിൽ വെള്ളം ഒലിപ്പിച്ച് പുറകെ നടക്കണ്ട. അത് വാസ്തവം. എന്തിനാ എന്നെ ഇങ്ങനെ വേദനിപ്പിക്കണേ? രണ്ട് വശത്തും മാത്രമല്ല, ലീഗ് കോണി ചാരാൻ തയ്യാറാണെങ്കിൽ BJP-യും ചുവര് കൊടുക്കും. ബദ്ധശത്രുക്കളായ PDP-യെ കാശ്മീരിൽ വരിച്ചതുപോലെ. CPM അക്രമത്തിനെതിരെയാണല്ലോ പ്രഭാഷണം. എപ്പോഴാ DYFI-കാരൻ മാർക്സിസ്റ്റുകാരനാവുക? SFI-കാരനും DYFI-കാരനും എപ്പോഴാ മാർക്സിസ്റ്റുകാരനാവുക? ആരെങ്കിലും ഒക്കെ കൊന്നിട്ട് ആ വെളുത്ത കൊടിയിൽ ചുവന്ന രക്തം പുരട്ടി ചെങ്കൊടി പിടിക്കാനായാൽ മാത്രമേ അവൻ മാർക്സിസ്റ്റ് ആവുള്ളൂ. അതുവരെ DYFI-യാ, അതുവരെ SFI-യാ, വെള്ളക്കൊടിയാണ് അതുവരെ പിടിക്കുക. ഇത് ആരെങ്കിലും ഒക്കെ കൊന്ന് ഏതെങ്കിലും നിരപരാധികളുടെ രക്തത്തിലിട്ട് ഇത് ചുമപ്പിച്ചാൽ പിറ്റേ ദിവസം മുതൽ അവൻ മാർക്സിസ്റ്റാ. അവന് പ്രൊമോഷൻ കിട്ടുന്നത് അങ്ങനെ. അതിനുള്ള ക്വാളിഫിക്കേഷൻ അതാണ്. SFI-നും DYFI-നും CPM-ആയി മാറാനുള്ള ക്വാളിഫിക്കേഷൻ ഏതെങ്കിലും നിരപരാധിയുടെ രക്തത്തിലിട്ട് ഇത് മുക്കണം. അഹങ്കാരത്തിന് കയ്യും കാലും വെക്കുക, എന്നിട്ട് പെണ്ണെന്ന പേരും. ടീച്ചറുടെ പാർട്ടിയിലെ ക്രിമിനലുകൾക്ക് പടിപടിയായിട്ടാണോ പ്രമോഷൻ, അതോ നേരിട്ടുള്ള റിക്രൂട്ട്മെന്റോ? ഇനി പ്രചാരണത്തെക്കുറിച്ച് തന്നെ. എന്ത് നുണയും പ്രചരിപ്പിച്ച് ജനങ്ങളെ ഇളക്കാം. അതിന് ഏതറ്റം വരെയും പോകാം. നമ്മൾ ഇവിടത്തിന് മുമ്പുള്ളവർ പറഞ്ഞിട്ടുണ്ടാവും, കഴിഞ്ഞ ദിവസം കണ്ടില്ലേ, വളരെ സൂക്ഷ്മമായിട്ട്
നമ്മൾ ഈ റോബോട്ടിക് ശസ്ത്രക്രിയയൊക്കെ ചെയ്യുന്ന പോലെ വളരെ കൃത്യമായി വളരെ ചെറിയ ഇതൊക്കെ ഇട്ടിട്ട് ശസ്ത്രക്രിയയൊക്കെ ചെയ്യുന്ന പോലെയല്ലേ കൊടിയേരി പ്രസംഗിക്കുന്നിടത്തേക്ക് RSSകാർ ബോംബെറിഞ്ഞത്? എന്തൊരു കൃത്യത! വലിയൊരു ജനക്കൂട്ടം, റെഡ് വോളണ്ടിയേഴ്സ്, പോലീസ്, പട്ടാളം ഒക്കെ നിൽക്കണോടത്ത് കൃത്യമായി പോയി ഒരാളുടെ അടുത്ത് പോയി. ചില്ലറക്കാരല്ല. ശരിക്കും ഇന്ത്യൻ പട്ടാളത്തിലേക്കൊക്കെ അവരെ കിട്ടിയിട്ടുണ്ടെങ്കിൽ, ആരാണ് എറിഞ്ഞാന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ അവരെ കിട്ടിയ ഇന്ത്യൻ പട്ടാളത്തിലേക്കൊക്കെ എടുക്കണ്ട. കാരണം ഇങ്ങനെ സൂക്ഷ്മമായി പോയിട്ട് എങ്ങനെ ചെയ്യാൻ സാധിക്കും? ഇതുവരെ പറഞ്ഞു വരുത്താൻ CPM-നെ പറ്റൂല. അത് ശരി, വഴി കുത്തിരിക്കാൻ പോകാൻ പറ്റി. രാഷ്ട്രീയ എതിരാളികളുടെ അക്രമം അപലപനീയം. നമ്മുടെ അക്രമം നുണപ്രചാരണം. അമ്പമ്പോ, ചരിത്രത്തെ വളച്ചും വർഗീയ വിഷപ്രയോഗം നടത്തിയും മുന്നേറുന്ന ടീച്ചർ തന്നെ നുണയെക്കുറിച്ച് സംസാരിക്കണം. ഇതൊക്കെ കേട്ടു നിൽക്കാൻ വയ്യേ. വക്രദൃഷ്ടി സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.